ബില്യണേഴ്സും മില്യണേഴ്സുമായ ഒരുപാട് ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് പ്രധാനമായും ആർട്ട് വിഭാഗത്തിലാണ്. 2022 കണക്കനുസരിച്ച് പ്രത്യേകിച്ച് നമുക്ക് നോട്ടബിൾ ആയിട്ടുള്ള കുറെ ആർട്ടിസ്റ്റുകളുണ്ട്. ഇവരുടെ എല്ലാം ആർട്ട് വർക്കുകൾ മാർക്കറ്റിൽ വിറ്റുപോയിരിക്കുന്നത് ബില്യൺ ഡോളേഴ്സിനാണ്. ഇതെല്ലാം മാർക്കറ്റിലെ ഒരു ടാഞ്ചബിൾ അസറ്റ് ആണ്. സോ ഇത് മാർക്കറ്റ് ഫ്ലക്ച്വേഷനുമായിട്ട് യാതൊരു ബന്ധവുമില്ല. നിങ്ങൾ ഇതിന്റെ ലിക്വിഡിറ്റി പാർട്ട് ഒന്ന് നോക്കൂ. ആർട്ട് ഇൻവെസ്റ്റ്മെന്റ് ഇറ്റ്സ് ഡെമോക്രാറ്റിക്. ആർട്ട് ഇൻവെസ്റ്റ്മെന്റിന് ഇപ്പോൾ ഒരുപാട് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളുണ്ട്. ഈസി, സരിഗമ, സസൽ, ഇൻസ്റ്റഗ്രാം തുടങ്ങിയവയാണ് പ്രധാനപ്പെട്ട ഓൺലൈൻ പ്ലാറ്റ്ഫോം. ആർട്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ബ്ലൂ ചിപ്പ് ആർട്ടിസ്റ്റിന്റെ ആർട്ടാണോ അതെന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം ഇൻവെസ്റ്റ് ചെയ്യാൻ. പാബ്ലോ പിക്കാസോ, വിൻസെന്റ് വാൻ ഗോഗ്, ആൻഡി വാർഹോൾ തുടങ്ങിയവരാണ് ആദ്യകാലത്തെ ബ്ലൂ ചിപ്പ് ആർട്ടിസ്റ്റുകൾ. ആർട്ടിൽ കൂടുതലായും വിറ്റ് പോകുന്നത് സ്മോളർ പെയിന്റിങ്സ് ആണ്. പണക്കാര് ആർട്ട് മേടിക്കുന്നത് ഓപ്ഷൻസിലൂടെയോ അല്ലെങ്കിൽ ഗാലറീസ് ആൻഡ് മ്യൂസിയത്തിലൂടെയാണ്. 2024 കൂടുതലായും ഫിഗറേറ്റീവ് ആർട്സ് ആണ് വിറ്റുപോകുന്നത്. തുടക്കക്കാർക്ക് ആർട്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ അധികം പൈസ ഇല്ലെങ്കിൽ ഫ്രാക്ഷണൽ ഷെയർ ആണ് നിങ്ങൾ മേടിക്കേണ്ടത്. ഏറ്റവും കൂടുതൽ റിസ്ക് ഉള്ള ഇൻവെസ്റ്റ്മെന്റും ഈ ആർട്ട് തന്നെയാണ്. പറ്റിക്കപ്പെട്ടാൽ നിങ്ങൾക്ക് 1 രൂപ പോലും ലഭിക്കില്ല.